ഉസ്ബെക്കിസ്ഥാനിൽ സദറുൽ അനം എന്ന ജിഹാദി ഭീകരൻ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ സവരിയ എന്ന കുട്ടിയുടെ അവസ്ഥ ഇനി ഒരു ഹിന്ദുവിനും ഉണ്ടാവാൻ നാം അവസരം ഉണ്ടാക്കിക്കൂടാ. അനിസ്ലാമികളായ മറ്റു മതസ്ഥരെ സ്നേഹം നടിച്ച് ചതിക്കുഴിയിൽ വീഴ്ത്തി പീഡിപ്പിച്ചു കൊലപ്പെടുത്തുന്നത് ഇസ്ലാം എന്ന ആസക്ത മതവിശ്വാസികൾക്ക് ഹലാൽ അഥവാ പുണ്യമായിരിക്കാം. അഥവാ അവരുടെ മതം അവരെ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. ഹിന്ദു സമൂഹം കരുതിയിരിക്കുക, നമ്മുടെ കുട്ടികൾ, വിശേഷിച്ച് പെൺകുട്ടികൾ, അവരുമായി സൗഹൃദം സ്ഥാപിക്കുന്നതിനെ അനുവദിച്ചുകൂടാ. ചന്തയിലോ സ്കൂളിലോ ഒഴികെ അവരുമായുള്ള എല്ലാ ഇടപാടുകളും വേണ്ട എന്ന് വയ്ക്കാൻ നമ്മുടെ വീടുകളിൽ നമ്മുടെ കുട്ടികളെ നാം പരിശീലിപ്പിക്കണം. ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ, ഇതിപ്പോൾ നിരന്തരം തുടരുന്ന ഒരു കാര്യമില്ലേ. എത്രയോ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ട് വീണ്ടും വീണ്ടും എന്താ നമ്മുടെ കുട്ടികൾ ഈ അപകടത്തിൽ ചെന്ന് ചാടുന്നത്? അവർക്ക് നമ്മുടെ വീടുകളിൽ നമ്മൾ വേണ്ട വിദ്യാഭ്യാസം കൊടുക്കാഞ്ഞിട്ടല്ലേ, മുന്നറിയിപ്പ് കൊടുക്കാഞ്ഞിട്ടല്ലേ? എന്ത് ന്യായം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എല്ലാ മതവും ഒരുപോലെ, എല്ലാ ദൈവവും ഒരുപോലെ ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറയുന്നത് ശരിയായൊരു നടപടിയാണോ? എല്ലാ ദൈവവും ഒരുപോലെ ആണോ? ഏതെങ്കിലും ദൈവം ആരുടെയെങ്കിലും ചർമ്മകർമ്മം നടത്തിയെങ്കിലേ അവന് പുണ്യം കിട്ടത്തുള്ളൂ, അവൻ ഹലാലാവത്തുള്ള ഏതെങ്കിലും ദൈവം ഇസ്ലാമിൽ ഒഴിച്ച് പറയുന്നുണ്ടോ? അവർക്ക് മാത്രം എന്താ ഇങ്ങനെ മറ്റു മതസ്ഥരോടുള്ള വിരോധം? അവർക്ക് എന്തുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ ആർക്കും പെൺകുട്ടികൾ ഇല്ലയോ? അവർക്ക് നിർബന്ധമായിട്ട് ഹിന്ദുവിനെ തന്നെ പ്രേമിക്കണം, കല്യാണം കഴിക്കണമെന്ന് നിർബന്ധം എന്തു? അത് മതം മാറ്റി ആകാമെന്നുണ്ടോ? അവരുടെ മതത്തിൽ പ്രേമമൊന്നൊന്നും ഇല്ലല്ലോ. പ്രേമിക്കുന്നവനെ മജ്നൂൻ എന്നാണ് അവർ പറയുന്ന അറബിയിൽ. അവർക്ക് നിക്കാഹാണുള്ളത്, അതായത് നീക്ക്, ലൈംഗിക ബന്ധത്തിനുള്ള യോനിക്കൂലി കൊടുത്ത് ബന്ധപ്പെടുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഏർപ്പാട്. എന്നിരിക്കെ ഹിന്ദു സമൂഹം എന്തിനാ ഈ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നത്? പെൺകുട്ടികൾക്ക് എന്തുകൊണ്ട് ഇത് ബോധമാവുന്നില്ല? എത്രയോ പ്രാവശ്യം എത്രയോ നിരപരാധികളെ അവർ കൊല വിളിച്ചില്ലേ? വീണ്ടും വീണ്ടും നമ്മളെന്താ ഈ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നത്? ഇത് ഓരോ മാതാപിതാക്കളും ഹിന്ദുക്കളുടെ പറഞ്ഞു കൊടുക്കണം മക്കൾക്ക്. ഇത് നിരന്തരം വായിച്ച് നമുക്ക് വളരെ മാനസികമായിട്ട് നമ്മൾ വളരെ ഹതപ്പതിച്ച് പോകുന്നു. നമ്മൾ എന്ന് നോക്കിയാലും നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ ഇവർ കൊണ്ടുപോയി നശിപ്പിക്കുകയാണ്, അല്ലേ അവരെ മയക്കുമരുന്നിൽപ്പെടുത്തുക. കൊച്ചി, എറണാകുളം ഭാഗത്തുള്ള എല്ലാ പഠിക്കാൻ പോകുന്ന കുട്ടികളെയും ഇവർ മയക്കുമരുന്നിൻ്റെ വാഹകരാക്കുക. ദയവ് ചെയ്ത് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് നമ്മൾ വീടുകളിൽ വേണ്ടതായ വിദ്യാഭ്യാസം, പെൺകുഞ്ഞല്ല ആൺകുഞ്ഞും ഇവരുമായുള്ള സൗഹൃദം നമുക്ക് നഷ്ടമാണ്, നമുക്ക് കടുത്ത നഷ്ടമാണ് വരുത്തി വെക്കുന്നത്. ഇതിപ്പോൾ ഈ രാജ്യത്തെ മാത്രമല്ലല്ലോ, നിങ്ങൾ ഐസിസിൻ്റെ എത്രയോ വീഡിയോകളുണ്ടല്ലോ, അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. മനുഷ്യനെ ഷവലി വാരിക്കൊണ്ടുപോയി ജീവനോടെ കുഴിച്ചിട്ട് കൊല്ലുന്നത്. നിങ്ങളിതൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ നമുക്കിങ്ങനെ ജീവിക്കണമെന്നെങ്കിൽ ഈ രാജ്യത്ത് മാത്രമേ പറ്റൂ, വേറെ ഒരു രാജ്യത്ത് നമുക്കിങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. എന്തെല്ലാം അനുഭവങ്ങൾ നമ്മുടെ കൺമുന്നിലുണ്ട്. ഇന്നലെ ഒരുത്തൻ പറയുന്നത് 25 കിലോമീറ്റർ മക്കയ്ക്ക് പരിസരത്തൂടെ നമുക്ക് പോകാമെന്ന്. 25 അല്ല, 75 കിലോമീറ്ററിന് മുന്നേ അവർ ബോർഡ് വെച്ചിട്ടുണ്ട്, മുസ്ലിം അല്ലാത്ത ഒരുത്തനും ആ റോഡ് ട്രസ്പാസ് ചെയ്തിരുന്നു. ഇതെന്താ നമ്മുടെ സമൂഹം ഇത്രയും അതപ്പതിക്കുന്നേ? നമുക്കിവിടെ ജീവിക്കണ്ടേ?